സാറേ, കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലൈംഗിക അതിക്രമ കേസിൽ. ഇപ്പോൾ റിമാൻഡിലാണ്. ഈ ഒരു കേസിൽ അന്വേഷണം വിപുലമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചോദിക്കാനുള്ളത്, ഈ ഒരു കേസിൽ രഞ്ജിത്തിന് ജാമ്യം കിട്ടുമോ? കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം പോലീസിൻ്റെ ആ റിപ്പോർട്ടിനകത്ത് ഇദ്ദേഹത്തിന് നേരത്തെ ഇതേ രീതിയിലുള്ള 2 കേസുണ്ടായി. ഇയാളൊരു ബൈസെക്ഷലാണ്. ഒരു പയ്യനെ പീഡിപ്പിച്ചത് ഒരു കേസ്. അത് എങ്ങനെയോ തലയൂരി എന്നാണ് ഞാൻ മനസ്സിലായത്. ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത കേസ്. അതുപോലെ മറ്റൊരു കേസ് കേരളത്തിലുള്ളത്, അത് ബംഗാൾ നടിയെ ഇവിടെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ കേസിനകത്തും തലയൂരി. രഞ്ജിത്തിന് സർക്കാരിലും അതുപോലെ എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ സ്വാധീനമുള്ള വ്യക്തിയാണ്. പിന്നെ അയാളെ ഒരു സിനിമാ നടൻ, തിരക്കഥാകൃത്ത്, പ്രൊഡ്യൂസർ, സംവിധായകൻ എന്നൊക്കെ രീതിയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ചില ഒരു ബൈസെക്ഷലിൻ്റെ പ്രവൃത്തികൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതോടുകൂടി ഇദ്ദേഹത്തിന് 2 കേസിനകത്ത് ഒരു സോഫ്റ്റ് കോർണർ സർക്കാരും എല്ലാ രംഗത്തും പോലീസൊക്കെ കാണിച്ചു. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാറ് സൂചിപ്പിച്ചതുപോലെ രഞ്ജിത്തിന് വലിയ പിടിപാടുണ്ട്, സർക്കാരിലൊക്കെ സ്വാധീനമുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു കേസിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഒരു നടനൊപ്പം കാറിൽ പോകുമ്പോൾ കാർ തടഞ്ഞു നിർത്തിയാണ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ ഇത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് അടുത്ത് നടക്കാനിരിക്കുന്നത് കൊണ്ടാണോ? അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ യുവനടി കാരണം കുറേ യുവനടികളാണ് ഇപ്പോഴത്തെ ആ പുതിയ സിനിമയിലുള്ളത്. അപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷ ഇയാളിൽ നിന്ന് അങ്ങനെ നീക്കം ഉണ്ടാവുന്നു. കാരണം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഡയറക്ടറാണ്, അല്ലേ? മലയാളത്തിലെ എല്ലാ സിനിമയിലും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ടല്ല. ഇതുവരെ എടുത്തിരിക്കുന്ന എല്ലാ സിനിമയും നമ്മൾ നോക്കിക്കോളൂ, ഓരോരോ ക്യാരക്ടേഴ്സും നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും സിനിമാ പ്രേമികളും ബുദ്ധിജീവികളും എഴുത്തുകാരും നോവലിസ്റ്റുകളും എല്ലാവരും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നു, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും 2 കേസിൽ അദ്ദേഹം ഊരിപ്പോയി. യഥാർത്ഥത്തിൽ 2 ട്രൂ കേസാണ്, അല്ലേ? 3ാമത്തെ കേസിന് അത് ഉണ്ടാകരുത്. കാരണം പോലീസ് ഓഫീസേഴ്സ് രാഷ്ട്രീയമായി എല്ലാവരും ഒന്ന് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു യുവനടി കാരവനെ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അത് ഇദ്ദേഹത്തിൻ്റെന്ന് ഒരിക്കലും അവരും പ്രതീക്ഷിച്ചില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റിലേക്ക്, കാരണം അവരുടെ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവർ 164 കൊടുത്തിട്ടുണ്ടോ എന്നും അതൊരു സംശയമുണ്ട്. കാരണം പോലീസ് വളരെ വളരെ തന്മയത്തമായി, വളരെ ക്രൂക്കഡായി, വളരെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മൂവ് ചെയ്ത് പോലീസിൻ്റെ പബ്ലിസിറ്റി കൊടുക്കാതെ, അതുകൊണ്ടാണ് പെട്ടുപോയത്. അതുകൊണ്ട് ഈ 14 ദിവസത്തെ റിമാൻഡിൽ നാളെ മറ്റന്നാളോ ഒന്നും റിമാൻഡ് കൊടുക്കാനും സാധ്യത, റിമാൻഡ് ആണെങ്കിലും ജാമ്യം കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ആ നടി അതിൽ നിന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല, അവർ ഇദ്ദേഹത്തിനെ ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെയൊക്കെ ബഹുമാനിക്കുന്ന യുവനടികളിൽ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായപ്പം പോലീസിന് മൊഴി കൊടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു, അവരുടെ 164 മൊഴിയും കൊടുത്തു. അവരുടെ ഭാഗം കൃത്യമായിട്ട് അവർ നിർവഹിച്ചിരിക്കുന്നു. അതിനകത്തൊന്നും ഇയാൾക്ക് ഊരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 14 ദിവസം റിമാൻഡ് കഴിഞ്ഞാലും തുടർച്ചയായിട്ട് റിമാൻഡ് ചെയ്യും. പോലീസ് വളരെ ക്വിക്കായിട്ട് ഇത് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുത്താൽ, ആ ചാർജ് 90 ദിവസത്തിനകം കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രയലും സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് 1 or 2 റിമാൻഡിനുള്ളിൽ ജാമ്യം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള പ്രവർത്തികളെല്ലാം കോടതിയും നാട്ടുകാരും അതുപോലെ അദ്ദേഹത്തിന് താല്പര്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം 2 അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന് ഒരു എക്സ്ക്യൂസ് കൊടുത്ത പോലെയാണ്. പക്ഷെ ഇനി ഇദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ വൈകൃതം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോയിൽ രഞ്ജിത്തിന് ഇത് വലിയൊരു പതനമായിരിക്കും, ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പാടുപെടുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ടോ ശരിക്കും? അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇതിനകത്ത്. അത് കാരണം അതിൻ്റെ ആ ലീഗൽ സ്റ്റെപ്പുകൾ പോയത് അത് ഒരു അവിശ്വസനീയമായ രീതിയിലല്ല. അതൊക്കെ ഒരു ട്രൂത്ത് ആണ് എന്ന് തോന്നുന്നു നമുക്ക്. ആ പെൺകുട്ടി കാരവനകത്ത്
പ്രവേശിച്ചു, അതിനകത്ത് പീഡിപ്പിച്ചു. അതിന് ആ യൂണിറ്റിലുള്ളവർ പലരും സഹായിയായിട്ട് നിന്നു. പിന്നെ അവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരു ലേഡിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ അത് മനസ്സിലായിട്ടില്ലേ? എന്നിട്ടും ആ പെൺകുട്ടി ആ കേസ് റിപ്പോർട്ട് ചെയ്ത് പരാതി കൊടുത്തു. ആ സ്റ്റാൻഡിൽ നിന്ന് ആ കുട്ടി മാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. മാറാനായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം അവർ കൊടുത്ത മൊഴിയുടെ വിശ്വാസ്യത കോടതിക്കും എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് അത്ര ഈസി അല്ല ജാമ്യത്തിൽ പോകാനെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ ഇത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നടന്നിരിക്കുന്നത്. കുറേ പേരുകളുണ്ടാകും സാക്ഷി. അപ്പോൾ ഈ സാക്ഷി മൊഴികൾ എത്രത്തോളം നിർണായകമായിരിക്കും ഒരു കേസിൽ? സാക്ഷികളൊക്കെ കാര്യം. കാരണം ആ കുട്ടിയുടെ മൊഴി അവിശ്വസിക്കേണ്ട കാര്യം കോടതിക്കില്ല, പോലീസിനുമില്ല. കാരണം അവർക്ക് സിനിമാ രംഗത്ത് ഒരു ഡയറക്ടറെ സഹായമില്ലാതെ, സംവിധായകൻ്റെ സഹായമില്ലാതെ അവർക്ക് ഉയർന്നു വരാൻ കഴിയില്ല. മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമ ചെയ്ത സംവിധായകനുമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എല്ലാവരും വിലമതിക്കുന്നതാണ്. പക്ഷേ എന്നിട്ടും പരാതി പോയപ്പം അതൊരു ട്രൂ പീഡനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രൂ പീഡനം, അതിൻ്റെ മൊഴി നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും അതിൽ നിന്ന് ആ കുട്ടി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ചാൻസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമ ഇനി അവരെ ആരും സിനിമാ രംഗത്ത് വിളിക്കത്തില്ല എന്നൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാക്കിയ ശേഷമായിരിക്കണമല്ലോ ഈ മൊഴി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വഴങ്ങി കൊടുക്കണമല്ലോ. അതുകൊണ്ട് അത് തന്നെയല്ല, ഇദ്ദേഹം ഈ രണ്ടെണ്ണത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ല. കോടതി അത് നോക്കൂലേ? നേരത്തെ കേസ് എന്തായാലും ഗവൺമെൻറ് പ്ലീഡർ അല്ലെങ്കിൽ ഗവൺമെൻറ് വക്കീൽ കോടതിയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കോടതിയുടെ മൈൻഡിൽ കൂടെ പോകില്ലേ? അത് തന്നെ ഈ ഒരു ബൈസെക്ഷലാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ആ പയ്യനെ പീഡിപ്പിച്ചത് നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം. കാരണം ആ പയ്യനെ സിനിമാ മോഹമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ പയ്യനെ ഇഷ്ടപ്പെട്ടു, ഇദ്ദേഹത്തിന് സ്ത്രീകളെയൊക്കെ ഇഷ്ടപ്പെടുന്നതല്ല, പയ്യനെ ഇഷ്ടപ്പെട്ടു. പുള്ളി ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യും, ബാംഗ്ലൂർ വാ. അപ്പം ഒഫൻസ് കേരളത്തിൽ അത് ആ പയ്യൻ ആരും അറിയണ്ട, രഹസ്യമായിട്ട് ബാംഗ്ലൂരിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലോട്ട് വരാൻ പറഞ്ഞു. സിനിമാ മോഹിയായ പയ്യൻ അവിടെ ചെന്നു. രാത്രി 10 മണിക്ക് ശേഷമാണ് കാണാൻ സമ്മതിച്ചത്. അപ്പോൾ അദ്ദേഹം അത് ഡെലിബറേറ്റ് ആയിട്ട് ആ ആക്ഷനിലോട്ട് പോകുന്നതിൻ്റെ അർത്ഥം അതിന് പ്രിപ്പയർഡായി, മാനസികമായിട്ടും അല്ല, അദ്ദേഹം പ്രിപ്പയർഡ് ആയിട്ടാണ് ഈ പയ്യനെ വന്നിട്ട് ആ പയ്യനെ അഡ്രസ്സ് ചെയ്തു. അയാൾ അഡ്രസ്സ് ചെയ്ത് പീഡിപ്പിച്ചു. സിനിമാ മോഹം കൊണ്ട് അയാൾ അത് ഇങ്ങനെ പെയ്യുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അതിന് ബാംഗ്ലൂർ റിപ്പോർട്ട് ചെയ്തു. ഈ ആ കോഴിക്കോട് നേരത്തെ ഇതുപോലെ ഒരു അറ്റംപ്റ്റ് പോലെ അദ്ദേഹത്തിന് തോന്നി, അതും പരാതിപ്പെട്ടു. പക്ഷെ അതെല്ലാം റെഫർ ചെയ്ത് കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ 2 കേസുകൾ നേരത്തെ നമ്മൾ സംസാരിക്കാമെങ്കിൽ കൂടി 2 കേസുകളും തെളിവില്ല എന്ന് പറഞ്ഞ് കളഞ്ഞ കേസുകളാണ്. എങ്കിൽ കൂടി ഇപ്പോൾ പുതിയ കേസ് വരുന്ന സാഹചര്യത്തിൽ പഴയ 2 കേസുകളിൽ ഒരു പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യത കിടപ്പുണ്ടോ? പുനരന്വേഷണ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും. ആ പയ്യനെ ഏതായാലും തൃപ്തനല്ല. ഒരു ബംഗാളി നടി കൂടിയുണ്ട്. ബംഗാളി നടി വരാൻ സാധ്യത കുറവാണ്. കാരണം അവര് ഇതുകൊണ്ട് വലിയ കാര്യമില്ല. അവരുടെ സംഭവം തന്നെ ഇദ്ദേഹത്തിന് വേറെ അവർക്ക് പരിചയമുള്ള ഒരു ഡയറക്ടറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്, ബംഗാളി നടി. അപ്പോൾ അവർ തീർച്ചയായിട്ടും നല്ലൊരു സിനിമാ മേഖലയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെല്ലാം മലയാള സിനിമയിലൊക്കെ അഭിനയിച്ച് ഒരു ലീഡ് റോളിലോട്ടൊക്കെ വരിക എന്ന് പറയുന്നത് വലിയ പാടാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും മലയാള സിനിമയെ അതുപോലെ വിലമതിക്കുന്നു. മലയാളത്തിൻ്റെ കഥകൾ, അഭിനയ ചക്രവർത്തിമാർ, അങ്ങനെയൊക്കെ എല്ലാം മ്യൂസിക് എല്ലാം മറ്റുള്ള സിനിമ പോലെ അല്ല മലയാളത്തിലെ. അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ മേഖലയാണ് മലയാളത്തിലെ സിനിമ. അപ്പോൾ അതുകൊണ്ട് ആ ബംഗാളിൽ ആ വലിയ നടി വലിയ പ്രതീക്ഷയോടെയാണ് ഇവിടെ വന്ന് രഞ്ജിത്തിനെ പറ്റി അവർ നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. നല്ല ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ സിനിമാക്കാരെല്ലാവരും ഓർത്തിരിക്കുന്ന ക്യാരക്ടർ പ്രാഞ്ചിയായിട്ട്, അതൊക്കെ നമ്മൾ മറക്കാൻ ഒക്കില്ല. കാരണം അത്ര എല്ലാ സിനിമകളിലും വ്യത്യസ്തമായ ക്യാരക്ടേഴ്സും വ്യത്യസ്തമായ വിഷയങ്ങളും വ്യത്യസ്തമായ രീതിയിൽ ക്യാമറ ചലിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവാണ്. നല്ല കഴിവുള്ള ഒരാളല്ലേ രഞ്ജിത്തിനെ. അതുകൊണ്ട് സംസ്ഥാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനെ കണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിനെ ഗവൺമെൻറ് തട്ടിക്കളയും. അപ്പം ആ സ്ത്രീ ബംഗാൾ നടി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതേവായിട്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നെങ്കിലും അവർ അതിനകത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു പെരുമാറ്റം അവർ വിചാരിച്ചില്ല. ശ്രീലേഖ മിത്രം എന്ന് പറഞ്ഞ ആ നടി അവരുടെ മുറിയിൽ ഇതാ വന്നപ്പോൾ സന്തോഷിച്ചു, വാ കയറി വാ എന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ, ഡയറക്ടറല്ലേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം അവരുടെ കയ്യിൽ ബംഗാളി നടികളും പ്രത്യേകിച്ച് ബംഗാളികൾ കൂടുതൽ ആഭരണങ്ങൾ, പ്രത്യേകിച്ച് കയ്യിൽ
കുറേ നല്ല വള ലേറ്റസ്റ്റായി ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ആ വള കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. അവരും അത് അപ്രീഷിയേറ്റ് ചെയ്തു. ആ വളയെ പതുക്കെ തടവി നോക്കി അദ്ദേഹം. പക്ഷെ ആ തടവൽ നേരെ കഴുത്തിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ കാര്യം മാറി എന്ന് അദ്ദേഹത്തിന് തോന്നി. സംഗതി അദ്ദേഹം കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവർ വേറൊരു മുറിയിൽ പോയി നേരം വിളിക്കുന്ന മുറി പൂട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ സ്ലോ അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രഷനാണ് അത്. അപ്പോൾ ഇത് അവർ അപ്രീഷിയേറ്റ് നല്ല ഇവർ ഇട്ടിരിക്കുന്ന ഇവരുടെ വള കൊള്ളാമല്ലോ, അദ്ദേഹം അത് തടവി നോക്കി കഴിഞ്ഞപ്പോൾ ആ തടവിലങ്ങ് പോയി. അദ്ദേഹത്തിന് കൺട്രോൾ വിട്ട് പോവുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് ഇതുപോലെയുള്ള സെക്ഷൽ ആക്ടിവിറ്റിയിലും ഇതുപോലെ പെർവർഷൻസും ഒക്കെ. അത് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത് എന്തായാലും അത് മാറാനും സാധ്യത കുറവാണ്. ഓക്കെ, ഇവിടെ പോലീസ് ഇട്ടിരിക്കുന്നത് ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെ സംസാരിക്കൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ്. സാറ് പറഞ്ഞപ്പോൾ എന്തായാലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്നും പറഞ്ഞു. ഈ വകുപ്പുകൾ പ്രകാരം എത്ര വർഷം വരെ ശിക്ഷ കിട്ടും? അത് 7 മുതൽ 10 വർഷം വരെ ശിക്ഷ കൊടുക്കാം. പിന്നെ അവരുടെ പരാതിയുടെ കണ്ടൻസ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് കാരവണിനകത്ത് വെച്ചാൽ പിടിപ്പിച്ചത്. അപ്പം കാരവലിനകത്ത് CCTV ഇല്ല. പക്ഷേ ഇങ്ങനെ ലോഡ്ജിലൊക്കെ വെച്ച് കേസായതുകൊണ്ട് അദ്ദേഹം ആ മൊറസോപ്പറാണ്ടി മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കാരവലിലോട്ട് മാറി. കാരവലിനകത്ത് 2 പേരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതിനകത്ത് മുറികളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനകത്ത് 2 പേരുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ലേഡിയാണ്. അപ്പോൾ അവരിതിന് കൂട്ടുനിന്നല്ലേ വരുന്നത്. ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കാരവനകത്തുണ്ട് 2 പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ സഹനടൻ ഈ അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച ബോബി കുര്യനുണ്ട്. ബോബി കുര്യൻ്റെ സാന്നിധ്യത്തിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. അപ്പം ബോബി കുര്യനും അസിസ്റ്റന്റ് ഡയറക്ടർ എഞ്ചിനീയർ നിങ്ങളുടെ കുട്ടിയുടെ ആ കുട്ടിയും ഈ കാറിനകത്തുള്ളവരും ഈ ഒരു പീഡനം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതൊരു ഒഫൻസാണ്. റിപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് പോലീസ് ചോദിക്കാതിരിക്കാനൊക്കെ അവന്മാരും പ്രതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് പോലീസ് വരും. കാരണം അത് ആരായാലും ഒരു കുട്ടിയെ അല്ലെങ്കിൽ കൊച്ചിനെ പീഡിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അത് കാണുന്നുണ്ടെങ്കിൽ അവരാരും പരാതി പറയണ്ട, നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥനായില്ലെങ്കിൽ അതൊരു ഒഫൻസാണ്, ശിക്ഷ അനുഭവിക്കും. അപ്പോൾ അതൊക്കെ ആ കാര്യങ്ങൾ, അതുകൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യുന്നതെന്ന് പോലീസ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ജാമ്യത്തിൽ വിടാൻ ഒക്കില്ല. കാരണം അവരെ എല്ലാം ചോദ്യം ചെയ്യണം. അവരൊക്കെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടോ, അവരുടെ കണൈവൻസ് ഉണ്ടോ, അവരുടെ മൗനസമ്മതം ഉണ്ടോ, ഇദ്ദേഹത്തിന് കാരണം മിക്കവാറും ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ പരാതിപ്പെട്ടിരുന്നത്. കാരണം ഇദ്ദേഹം നല്ലൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ സംവിധാനത്തിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നു 10, 60, 70 പേരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ കടപ്പാടുണ്ട്. അതുകൊണ്ട് അവർ മിണ്ടിയില്ല. പക്ഷെ അതൊരു ഒഫൻസാണെന്ന് അവർ മനസ്സിലാക്കണം. ആര് ചെയ്താലും ശരി, ഡയറക്ടറായാലും എത്ര ഉന്നതനായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, ഡയറക്ടറായാലും ശരി, ഇതൊക്കെ ഇന്ത്യൻ പീനൽ കോഡിലെ അല്ലെങ്കിൽ BNS ഒഫൻസാണ്. അത് പറയാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ ചോദ്യം ചെയ്യാൻ ഒരാഴ്ചയെങ്കിലും എടുക്കും. എല്ലാവരും ചോദ്യം ചെയ്ത് വരണം. അവരെ പ്രതിയാക്കണോ ഇല്ലയോ എന്ന്. അപ്പോൾ അതൊക്കെ നിശ്ചയിച്ചിട്ട് വേണം ഇദ്ദേഹത്തിന് ജാമ്യത്തിൽ വിടാൻ. അതുകൊണ്ട് ആദ്യത്തെ 14 ദിവസം എന്തായാലും ജാമ്യം കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. സാർ, നമ്മൾ ഈ രഞ്ജിത്തിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാങ്കൂട്ടത്തിൽ കേസ് കൂടി പലരും ഈ ഒരു സമയത്ത് ചർച്ചയാക്കുന്നുണ്ട്. മാങ്കൂട്ടത്തിൽ കേസും രഞ്ജിത്ത് കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. നമുക്ക് എന്തായാലും അത് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.